അവർക്കറിയാമെന്നുള്ളവർ ഇവർക്ക് എല്ലാവർക്കും കൂടെ നടത്താനുള്ള സ്റ്റാർട്ടപ്പാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഇതുവരെ ഒരു സ്റ്റാർട്ടപ്പ് പോലും കാണാത്തത്. എപ്പോഴാണോ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അതിനെ അപ്പം തന്നെ അനുകൂലിച്ചുകൊണ്ട് കൃത്യമായ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരികയാണ് വേണ്ടത്. ആൾക്ക് മാത്രമേ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റൂ, ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. മാനേജ്മെന്റ് മൊത്തത്തിൽ എന്ത് ചെയ്യണം, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ മാറ്റണം. വി നീഡ് എ കംപ്ലീറ്റ് റീവാമ്പ് ഇൻ ദ ബോർഡ്. ഫസ്റ്റ് ദ പൊളിറ്റീഷ്യൻ ഷുഡ് ചേഞ്ച്. സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ പൊളിറ്റീഷ്യൻ വേണം ആദ്യം മാറാനുള്ളത്. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായുള്ള വിദ്യാർത്ഥികൾ മുന്നോട്ടേക്ക് ഐഡിയ നടപ്പാക്കാൻ തയ്യാറാണെങ്കിൽ ആവുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ഭരണകൂടം അവിടെ? നമസ്കാരം. ഇന്ന് ഉച്ചയോടുകൂടി നേമമണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം PMGയിലുള്ള തൊഴിൽ ഭവനിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി ഈ പരിസരത്ത് ഇവിടെ ഈ ഒരു മുറ്റത്ത് എത്തിയപ്പോൾ 2-3 യുവാക്കൾ RCയോട് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. പ്രധാനമായും അതിൽ എടുത്തു പറയേണ്ടത് ഈ നേമം മണ്ഡലത്തിൽ RC വിജയിക്കണം, വിജയിച്ചേ മതിയാകൂ എന്നാണ് RCയോട് ഈ യുവാക്കൾ പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഈ യുവാക്കൾ ഇങ്ങനെ പറഞ്ഞത് എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അതുകൂടാതെ ഇതൊരു PR വർക്കിൻ്റെ ഭാഗമായാണോ ഇത്തരത്തിൽ യുവാക്കൾ രാജീവ് ചന്ദ്രശേഖറിനോട് ഇങ്ങനെ വിജയിക്കണമെന്ന് പറഞ്ഞത് എന്നുള്ള ഒരു ആശയക്കുഴപ്പം എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ആ യുവാക്കൾ തന്നെ മറുനാടനോട് എന്താണ് പറഞ്ഞത്, അത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ വിജയിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നതുൾപ്പെടെ നമ്മളോട് തന്നെ വിശദീകരിക്കുകയാണ്. അദ്ദേഹത്തോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തോട് പറഞ്ഞ് ഞങ്ങൾ സ്റ്റുഡൻസ് എന്ന രീതിയിലാണ് അദ്ദേഹത്തെ കാണാൻ വന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ലീഡറാണ് ഞങ്ങൾ നിലവിൽ കാണുന്ന അദ്ദേഹത്തെ മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ സ്വജനപക്ഷക്കാരും സ്വന്തം കാര്യം നോക്കി അല്ലെങ്കിൽ സ്വന്തം വീട്ടിലെ കാര്യം നോക്കി ജീവിക്കുന്നവരാണ്. ഇദ്ദേഹം കൃത്യമായി ഒരു വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ കൃത്യമായ സ്ഥലത്ത് വിദ്യാഭ്യാസം അഭ്യസിച്ച് പിന്നീട് തൊഴിൽ നേടി അതിൽ നിന്ന് രാഷ്ട്രീയത്തിലോട്ട് വന്ന വ്യക്തികളാണ്. ഇവിടെ രാഷ്ട്രീയം തൊഴിലാക്കി നടക്കുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രി ഭരിക്കുന്ന സംസ്ഥാനമാണ് നമ്മൾ നിലവിലുള്ളത്. അപ്പം അതിൽ നിന്ന് മാറ്റമുള്ള വിഷണറി ആയിട്ടുള്ളൊരു ലീഡറാണ് നിലവിൽ കേരളത്തിൻ്റെ മണ്ണിന് ആവശ്യം. ഞാൻ സഞ്ജയ് ചേട്ടൻ്റെ അടുത്ത് ഒരു സപ്പോർട്ട് ചോദിച്ചു, ചേട്ടാ നമുക്ക് എല്ലാവരും കൂടെ പൈസ ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് രാജീജി നോമിനേഷൻ കൊടുക്കാൻ വേണം, നമുക്ക് എന്തെങ്കിലും ഒരു ഇത് ചെറുതായിട്ട് എന്തെങ്കിലും കൊടുക്കാം, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് എന്തെങ്കിലും കൊടുക്കാം. അപ്പോഴാണ് പറഞ്ഞത്, ഞാൻ പറയാനൊരു ഉദ്ദേശമുണ്ട്. ഞാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ വന്നപ്പോൾ ഞാൻ വിളിച്ചു, കോൺടാക്ട് ചെയ്തെല്ലാം വന്നു. ഞങ്ങളെ മണിക്കൂറോളമാണ് വെളിയിൽ പിടിച്ച് നിർത്തിയിരുന്നുള്ളത്. അത് ഞാൻ മുംബൈയിൽ നിന്ന് വിളിച്ച് പറഞ്ഞ്, അതായത് മുംബൈയിൽ നിന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ നിന്ന് ഇവരുടെ ഒരു ഡയറക്ടർ ലെവലിലുള്ള ഒരാളെ കോൺടാക്ട് ചെയ്തിട്ടാണ് ഞാൻ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലോട്ട് വന്ന് കഴിഞ്ഞപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ അവസ്ഥ ഇതാണ്. അതായത് നമുക്കിപ്പം ഞാൻ വന്നു സംസാരിച്ചു. അപ്പം ഞങ്ങൾ ഓരോ രൂപ ഉണ്ടെങ്കിലും എല്ലാ ഫൗണ്ടേഴ്സിനും അറിയാം, അവർ കിട്ടുന്ന ഓരോ രൂപയും അവർ സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ടായിരിക്കും, അതിലോട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പല ദിവസവും നമ്മൾ ഷോർട്ടായിട്ട് പോകും, അപ്പോൾ പല ഷോർട്ടായിട്ട് പോകും. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇൻഫ്രാസ്ട്രക്ചറിനും കൂടെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ വരുമ്പം അവരാദ്യം പ്രപ്പോസ് ചെയ്തതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നാൽ മതി, ഐഡിയയും കൊണ്ട് വന്നാൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, ഇതാണ് മറിച്ചാണ്. പക്ഷെ അങ്ങനെയല്ല, അവിടെ അകത്ത് കുറച്ച് പേരുണ്ട്, അവർക്കറിയാമെന്നുള്ളവർ ഇവർക്ക് എല്ലാവർക്കും കൂടെ നടത്താനുള്ള സ്റ്റാർട്ടപ്പാണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ഇതുവരെ ഒരു സ്റ്റാർട്ടപ്പ് പോലും കാണാത്തത്. രാജീജിയെ കാണാൻ വന്ന അതുകൊണ്ടൊന്നുമല്ല. അപ്പം ആൾക്ക് മാത്രമേ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റൂ, ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുള്ളൂ. മാനേജ്മെന്റ് മൊത്തത്തിൽ എന്ത് ചെയ്യണം, കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ മാറ്റണം. വി നീഡ് എ കംപ്ലീറ്റ് റീവാമ്പ് ഇൻ ദ ബോർഡ്. ഐഡിയ നമ്മുടെ ഭാഗത്തുണ്ടെങ്കിൽ പോലും അത് നമ്മൾ മുന്നോട്ട് വെച്ചാൽ പോലും നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമോ ഒരു സഹായമോ നിലവിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നില്ല. ആ സ്ഥിതിക്ക് അതിനെക്കുറിച്ച് അറിയുന്ന, അതിനെക്കുറിച്ച് മനസ്സിലാവുന്ന, അത് നമ്മുടെ അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. നിലവിൽ ചില സംഘടനകളുണ്ട് ഇവിടെ, ചില വിദ്യാർത്ഥി സംഘടനകൾ അവർ നടത്തുന്ന കോപ്രായത്തിനും കാരണം ഇപ്പോൾ ഞങ്ങളടക്കമുള്ള ഒരു എക്സാമുകളടക്കം നീട്ടുകയാണ് കേരള യൂണിവേഴ്സിറ്റി, അവരുടെ ഒരു ഗുണ്ടായിസം കാരണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല ഞങ്ങൾക്ക് ഇവിടെ ആവശ്യം. ഒരു കാലത്ത് കമ്പ്യൂട്ടറിനെ എതിർത്ത പിന്നീട് കമ്പ്യൂട്ടറിനെ അനുകൂലിച്ചൊരു സമൂഹമല്ല. എപ്പോഴാണോ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് അതിനെ അപ്പം തന്നെ അനുകൂലിച്ചുകൊണ്ട് കൃത്യമായ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരികയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞുതരാം, ഇത് നമ്മളെ ഓൺലി ചാൻസ് ആണ്. നമുക്കിപ്പോൾ മുംബൈ ലെവലിലോട്ട് അല്ലെങ്കിൽ ബാംഗ്ലൂർ ലെവലിലോട്ട് അല്ലെങ്കിൽ ഡൽഹി ലെവലിലോട്ട് നമുക്ക് ഒരു സ്റ്റേറ്റിനെ കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് ദ പൊളിറ്റീഷ്യൻ ഷുഡ് ചേഞ്ച്. സിസ്റ്റം ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് അവിടുത്തെ പൊളിറ്റീഷ്യൻ വേണം ആദ്യം മാറാനുള്ളത്. പൊളിറ്റീഷ്യൻ ടെക്നോളജി അറിയാമെന്നുള്ള ഒരാൾ വന്നില്ലെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, വേൾഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹൈലി കോമ്പീറ്റൻ്റ് ആണ്. റിയൽ ചേഞ്ച് മേക്കറായിട്ടാണ്. കാരണം അദ്ദേഹത്തിന് മാത്രമാണ് അദ്ദേഹത്തിന് ഒരുപാട് ഐഡിയാസ് ഉണ്ട്. ആ ഐഡിയാസ് ഡെവലപ്മെൻറ്റ് ചെയ്യാനുള്ളൊരു ശേഷി കേരളത്തിൻ്റെ മണ്ണിനുണ്ട്. പക്ഷേ നിലവിലെ ഭരണകൂടത്തിന് സാധിക്കുന്നില്ലെങ്കിൽ അവരെ മാറ്റുകയാണ് വേണ്ടത്.
അതിന് കേരളത്തിലെ ജനത തയ്യാറാവുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങളെപ്പോലെയുള്ള വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെ ആവശ്യങ്ങൾ നടപ്പാക്കാൻ അദ്ദേഹത്തിന് മാത്രമേ സാധിക്കൂ. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്നുകൊണ്ട് ഇപ്പം നമുക്കിപ്പോൾ ടെക്നോളജി ഇപ്പോൾ ഡെവലപ്പേഴ്സിനെ വേണോ, നമ്മളിപ്പോൾ ഡെവലപ്പേഴ്സിനെ പല രീതിയിൽ നമുക്കിപ്പോൾ നമ്മളെ ചുറ്റും ഡെവലപ്പേഴ്സ് ഉണ്ട്, എക്കോസിസ്റ്റം ഉണ്ട്, എന്നാൽ ഇതിനെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ചോദ്യമാണ് വൈ ദേ ആർ നോട്ട് കമ്മിങ് ടുഗദർ ആൻഡ് ഹാവിങ് എ പ്രോപ്പർ എക്കോസിസ്റ്റം ടുഗദർ. അതിൻ്റെ ഉള്ള ഉത്തരവാണ് ഞാൻ പറഞ്ഞില്ലേ, പ്രോപ്പറായിട്ട് ലീഡർഷിപ്പ് ലെവലിൽ ചേഞ്ച് വരുന്നില്ല എന്നുള്ളത്. ഈ സാബു ജേക്കബ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം എന്തുകൊണ്ട് ഈ സംസ്ഥാനം വിട്ടുപോയി? കെൽട്രോണിന്റെ കാര്യം കൂടെ അഡ്രസ് ചെയ്യാം. സോണി ലെവലിലുള്ള ഒരു കമ്പനി ആയിരുന്നു. അപ്പം നമുക്കിപ്പോൾ സോണി ലെവലിലുള്ള ഇതുപോലത്തെ സോണി ലെവലിലുള്ള കമ്പനീസ് ആയിരുന്നു കെൽട്രോൺ ആയിട്ട് ഇവിടെ നമുക്ക് ട്രിവാൻഡ്രത്ത് ഉണ്ടായിരുന്നത്. അതുപോലത്തെ ഒരാളുണ്ടായിരുന്നെങ്കിൽ അവർ ഇന്ന് ഡെവലപ്പ് ആവുകയും കാൽക്കുലേറ്റർ കമ്പ്യൂട്ടേഴ്സ് ഇതുപോലുള്ള ഇതിൽ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരികയും അവരിപ്പോൾ എന്ത് ചെയ്തേനെ, അവരിപ്പോൾ വേറെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എഡ്യൂക്കേറ്റ് ചെയ്യുകയും ചെയ്തേനെ, വേറെ ബാക്കിയുള്ളവർക്ക് എക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്തേനെ. മഹാരാഷ്ട്രയിലോ ഗുജറാത്തിലോ പോയി നോക്കിയാൽ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ തന്നെ നമുക്ക് ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സിനെ വേണമെങ്കിൽ ലഭിക്കുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട്. അതേസമയം നമ്മുടെ സ്വന്തം നാടായ കേരളത്തിന്റെ മണ്ണിൽ ഒരു ഐഡിയ മുന്നോട്ട് വെച്ചാൽ അത് ഫോർവേഡ് ചെയ്യാൻ വേണ്ടി ഒരാളെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. നിലവിലെ ഇവിടുത്തെ തൊഴിൽ വകുപ്പിന്റെ ഒക്കെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയാൽ നന്നായിരിക്കും, വ്യവസായ വകുപ്പിന്റെ ഒക്കെ. ഞാൻ CDC-ൽ പോയിട്ട് സെന്റർ ഫോർ എക്കണോമിക്കൽ ഡെവലപ്മെന്റിൽ പോയി. എന്നിട്ട് ഞാൻ വിളിച്ച് സംസാരിച്ചു. ഒരു മുംബൈയിൽ നിന്ന് തന്നെ ഞാൻ അവിടെ നിന്നപ്പോഴാണ് എനിക്ക് കണക്ഷൻ കിട്ടിയത്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നപ്പോഴാണ്, അവിടെയായിരുന്നു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു ഇന്ത്യൻ എക്കണോമിക് സർവീസിലുള്ള ഒരു ഓഫീസർ ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ ട്രെയിനിങ്ങിന് വന്നതാണ്. അപ്പോൾ ആളടുത്താണ് ഞാൻ എന്ത് ചെയ്തത്, ഈ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്നും നമുക്ക് ഇതിൻ്റെ ഒരു സ്കോപ്പ് പഠിക്കണം, അതിനുള്ളൊരു സഹായം നമുക്കിപ്പം തൊഴിൽ വകുപ്പിൽ നിന്ന് അല്ലെങ്കിൽ സെൻട്രൽ ഫോർ എക്കണോമിക്കൽ ഡെവലപ്മെൻറ്റ് CDC തരുമെന്ന് പോയി. അപ്പം നമുക്ക് ചെയ്യാം, സെറ്റപ്പ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞ് പിന്നെ പുറത്ത് കുറേ മന്ത്രിമാരെ മീറ്റിങ്ങും കുറേ കാറുകളുമാണ്. ദിസ് ഇസ് ദ റെഡ് ടൈപ്പ് ഓഫ് ബ്യൂറോക്രസി. അതായത് മന്ത്രിമാരെയും വിളിച്ച് ചിലപ്പോൾ ബിസിനസ് കോൺക്ലേവുകൾ നടത്തും, അവിടെ ഒരു ഐഡിയാസ് റെപ്രസെൻറ്റ് ചെയ്യും, പക്ഷേ അതിലൊരു ഐഡിയ പോലും നടപ്പാക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരായുള്ള വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുന്ന ഐഡിയ നടപ്പാക്കാൻ തയ്യാറാണെങ്കിൽ ആവുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ഭരണകൂടം അവിടെ? ഇവിടെ എത്ര സ്റ്റാർട്ടപ്പ് കോമ്പറ്റീഷൻ ഉണ്ട് ഞാൻ ചോദിക്കട്ടെ. ഇവിടെ ഉള്ള സ്റ്റാർട്ടപ്പ് കോമ്പറ്റീഷൻസ് എന്ന് പറഞ്ഞാൽ ആകെ 4, 3, 7 പേരാണ് പങ്കെടുക്കുന്നത്. ചെറിയ കോമ്പറ്റീഷനുകളാണ്. ഇപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് ഇപ്പോൾ ഡൽഹി ബേസ് ഓൾ ഇന്ത്യ ഒരു കോമ്പറ്റീഷൻ നടന്നു, IIT ഡൽഹി നടന്ന കോമ്പറ്റീഷനാണ്. കേരളത്തിൽ നിന്ന് എത്ര പേര് പങ്കെടുത്തു ചോദ്യമാണ്. അതിന് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ത് തീരുമാനം എടുത്തു? അല്ലെങ്കിൽ ഹൈദരാബാദ് റാപ്പർ ഹൗസ് ഉണ്ട്, കേരളത്തിലുണ്ടോ? ചോദ്യമാണ്. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഞാൻ നിയമ വിദ്യാർത്ഥിയാണ്. ഞാൻ ഇവിടെ ലോ അക്കാഡമിയിലെ 2ാം വർഷ നിയമ വിദ്യാർത്ഥിയാണ്. ഇവിടെയാണ്, തിരുവനന്തപുരത്താണ്. പിന്നെ വീട്ടിലാരെങ്കിലും പാർട്ടിക്കാരാണോ? ഇല്ല, ചില ആളുകളുണ്ട്, അനുഭാവികളുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട്. എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആണ്. എൻ്റെ അച്ഛൻ കമ്മ്യൂണിസ്റ്റ് ആണ്. എൻ്റെ അച്ഛൻ്റെ ബിൽഡിംഗ് വരെ പാർട്ടി ഓഫീസിനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഒരു ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തവർ ഒരു സ്റ്റേറ്റ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ചോദ്യം. പേരെന്താ? പേര് സഞ്ജയ് എന്നാണ്. അതുൽ, എൻ്റെ പേര് അതുൽ എന്നാണ്. ഇത് എങ്ങനെയാണ് ഈ RC ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞത്? നമ്മളിവിടെ അദ്ദേഹത്തിന് ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞായിരുന്നു ഇവിടെ നിന്ന് അദ്ദേഹത്തിന് നോമിനേഷൻ പ്രക്രിയ സമർപ്പിക്കുന്നു. ഏതെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ എനിക്ക് അദ്ദേഹത്തിനോട് സംസാരിക്കണം നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അപ്പോൾ നമ്മൾ ഞാൻ സഞ്ജയ് ചേട്ടനെ വിളിച്ചു. സഞ്ജയ് ചേട്ടനാണ് എനിക്ക് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒക്കെ കണ്ടിരുന്നു അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചാണ് സമർപ്പിക്കുന്നതെന്ന് അറിഞ്ഞു. അപ്പോൾ അതിനെ തുടർന്ന് നമ്മളിവിടെ എത്തി എന്ന് മാത്രം. പൊതുവെ ഒരു സംശയമുണ്ട്, കാരണം ഇത്രയും മാധ്യമങ്ങളുടെ കൂടെയാണ് അദ്ദേഹം ഈ RC നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി വരുന്നത്. അതിനിടയിലാണ് നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നത്. അപ്പോൾ പൊതുവെ ഉയർന്നു വരുന്ന ഒരു ചോദ്യം, ഒരു PR ആണോ, PR വർക്കിന്റെ ഭാഗമായാണോ ഇത്? നമ്മളെപ്പോഴും PR വർക്കിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ല നമ്മൾ ആരും. സ്റ്റാർട്ടപ്പിന് ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ PR വേണം. ഞാൻ അതിന് വേണ്ടി ഇവിടെ എനിക്ക് ഏറ്റവും മാക്സിമം ബെസ്റ്റ് ചാൻസ് സ്റ്റാർട്ടപ്പിൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റുന്ന ബെസ്റ്റ് ചാൻസ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. കേരള, ബാംഗ്ലൂർ അല്ല, ദിസ് ഈസ് കേരള. ഈ കേരള ഇസ് നോട്ട് എ ബാങ്ക്രപ്റ്റ് സ്റ്റേറ്റ്. വി നീഡ് എ ചേഞ്ച്. അപ്പോൾ ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യും. മുംബൈയിൽ നിന്നുള്ള ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് ഇവിടെ കൊണ്ടുവരണമെങ്കിൽ അവർ കമ്മ്യൂണിസ്റ്റ് അല്ലേ? പൊളിറ്റീഷ്യൻസിന് നമ്മൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഇപ്പോൾ RC മാത്രമല്ല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, അദ്ദേഹം ഒരു ഡെവലപ്മെന്റ് പൊളിറ്റിക്സ് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തെ പോലുള്ളവരെയും നമ്മൾ പിന്തുണയ്ക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തി എന്ന രീതിയിലാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരെ ഇവിടെ നിന്ന് കാണാമെന്ന് നമ്മൾ കരുതിയതും അദ്ദേഹത്തോട് നമ്മുടെ കുറച്ച് ആഗ്രഹങ്ങൾ നമ്മൾ പങ്കുവച്ചത്. RC വരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം. ഒരു കാര്യം കൂടെ, എനിക്ക് ഡൽഹിയിൽ വെച്ചൊരു ഇൻവെസ്റ്റർ ഉണ്ടായിരുന്നു. ആളിപ്പോൾ ഒരു 8 crore ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ആളാണ്. അപ്പം ഞാൻ മുംബൈയിൽ വെച്ചാണ് ചോദിച്ചത്. അപ്പം ഞാൻ കേരള എന്ന് പറഞ്ഞപ്പോൾ ആൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ച്, എന്നിട്ട് പറഞ്ഞ് അവിടെ ഞങ്ങൾ കേരളയിൽ ഇൻവെസ്റ്റ് ചെയ്യാറില്ല, പൊളിറ്റിക്കലി ഇത്തിരി പ്രശ്നമുള്ളതാണ്. അതായത് മാറ്റം വേണോ, RC വേണം? ഞാൻ പറഞ്ഞ് എന്നാലും ഉറപ്പാണോ എന്ന് ചോദിച്ചു. അത് പറഞ്ഞ് അത്രേ പറയുള്ളൂ, സംശയമാണ്, നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അതായത് അദ്ദേഹത്തെ നമ്മളൊരു റിയൽ ചേഞ്ച് മേക്കർ ആയിട്ടാണ് നമ്മൾ യുവാക്കൾ. ഇത്രയും ഓപ്പർച്യൂണിറ്റി പോയി, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഐ വിൽ ഫൈറ്റ്. എന്തായാലും രണ്ടാളും ലോ അക്കാദമിയിലാണല്ലേ പഠിക്കുന്നത്.
ഓക്കെ, രണ്ട് നിയമ വിദ്യാർത്ഥികളാണ് അവർ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എത്തിയ വേളയിലാണ് രാജീവ് ജി വരേണ്ട ഒരു ആവശ്യം ഈ യുവാക്കൾ ഉയർത്തിയത്. അതിൻ്റെ കാരണങ്ങൾ എല്ലാം തന്നെയാണ് അവർ വ്യക്തമാക്കിയത്. ഇതൊരു PR വർക്കാണോ എന്നുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ ഇവിടെ നിന്നും ഉയർന്നു വന്നിരുന്നു. അതിനുള്ള ഉത്തരം കൂടിയാണ് അവർ നിലവിലിപ്പോൾ നൽകിയിരിക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.